Okay. Business economics in the third lesson indifference curve analysis ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. Indifference curve analysis explains how a consumer allocate his income between different commodities in order to maximize satisfaction. അതായത് സാറ്റിസ്ഫാക്ഷനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമർ തന്റെ ഇൻകത്തിനെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിൽ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഒരു കൺസ്യൂമറിന്റെ കയ്യിൽ കുറച്ച് ഇൻകം ഉണ്ട്, അയാൾ തന്റെ ആ ഇൻകത്തിനെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിലേക്ക് എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. എന്താണ് അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? സാറ്റിസ്ഫാക്ഷനെ മാക്സിമൈസ് ചെയ്യുക. The indifference curve approach was first propounded by Edgeworth in 1891. ഈ ഇൻഡിഫറൻസ് കർവ് എന്നുള്ള ആ കൺസെപ്റ്റിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എഡ്ജ്വർത്ത് എന്ന ഇക്കോണമിസ്റ്റ് ആണ് 1891. The British economist J.R. Hicks perfected the analysis in 1939 in his book Value and Capital. പിന്നീട് J.R. ഹിക്സ് ഈ ഒരു കൺസെപ്റ്റിനെ കുറച്ചും കൂടി ഭംഗിയാക്കി അത് തന്റെ പുസ്തകമായ വാല്യൂ ആൻഡ് ക്യാപിറ്റൽ എന്ന ആ വർക്കില് 1939. അപ്പോൾ ആദ്യം ഈ കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എഡ്ജ്വർത്ത് ആണെങ്കിൽ പിന്നീട് അതിന് കുറച്ചും കൂടി പെർഫെക്ഷൻ ഒക്കെ കൊടുക്കുന്നത് J.R. ഹിക്സ് തന്റെ ബുക്കായ വാല്യൂ ആൻഡ് ക്യാപിറ്റലിലാണ്. നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് വരുമ്പോഴേക്കും മീനിങ് ഓഫ് ഇൻഡിഫറൻസ് ടെക്നിക്. അക്കോർഡിംഗ് ടു മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അനുസരിച്ച് യൂട്ടിലിറ്റിനെ നമുക്ക് മണി ടേംസിൽ അളക്കുവാനായിട്ട് സാധിക്കും. എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിന്റെ മനുഷ്യ ആവശ്യങ്ങളെ നിറവേറ്റുവാനുള്ള കഴിവെന്നാണ്. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമോഡിറ്റി ഈസ് നോൺ ആസ് യൂട്ടിലിറ്റി. പ്രൊഫസർ ഹിക്സ്, Allen and others pointed out that it is not possible to measure utility. ഹിഗ്സ് അതേപോലെ തന്നെ അലൻ പോലുള്ള ഇക്കോണമിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമുക്ക് യൂട്ടിലിറ്റീനെ എന്താ പറയാ അളക്കുവാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. യൂട്ടിലിറ്റി കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ. അതായത് 5, 10 അങ്ങനെയൊന്നും നമുക്ക് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. But satisfaction can be ranked as first, second, third, etc. അവരുടെ അഭിപ്രായത്തിൽ നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷനെ എങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റുന്ന? ഫസ്റ്റ് ഏറ്റവും നല്ലത്, സെക്കൻഡ് അങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ അളക്കുവാനായിട്ട് സാധിക്കില്ല. കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആർ റാങ്ക്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിഫറൻസ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ 2 വ്യത്യസ്ത സാധനങ്ങളുടെ കോമ്പിനേഷൻ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ കോമ്പിനേഷൻ നമ്മൾ റാങ്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്ന്? ഓൺ ദ ബേസിസ് ഓഫ് പ്രിഫറൻസ്. ദ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് വിച്ച് ഗീവ്സ് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് പ്രിഫേർഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ലെസർ വൺ. നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഏത് ഗുഡാണോ ആ ഗുഡിനെ ആദ്യം സെലക്ട് ചെയ്യുന്നു, അല്ലാത്തതിനെ നമ്മൾ അടുത്തതിലേക്ക് മാറ്റിവെക്കുന്നതായി കാണാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ഓർഡിനൽ അപ്രോച്ച് ഓർ പ്രിഫറൻസ് അപ്രോച്ച്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തുകൂടി വിളിക്കാറുണ്ടെന്ന്? ഓർഡിനൽ അപ്രോച്ച് എന്നും അതേപോലെ തന്നെ പ്രിഫറൻസ് അപ്രോച്ച് എന്നും വിളിക്കാറുണ്ട്. നമുക്ക് ഈ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് ടെക്നിക്കിനെ ഒരു ഷെഡ്യൂളിന്റെ രൂപത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഇൻഡിഫറൻസ് ഷെഡ്യൂളിൽ കാണുന്നത്. It is a table or schedule showing different combinations of 2 commodities which yield the same level of satisfaction. അതായത് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ കാണിക്കുന്നത് 2 വ്യത്യസ്ത സാധനങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ കോമ്പിനേഷൻസ് ഒരു കൺസ്യൂമറിന് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതായിട്ടാണ്. ഇവിടെ 4 കോമ്പിനേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. 2 ഗുഡ്സ് ആണ് കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത്. കോമ്പിനേഷൻസ് ABCD. ആപ്പിൾ നമ്മൾ പറയുന്നുണ്ട് കമ്മോഡിറ്റീസ് ആപ്പിൾ ആൻഡ് ബനാന ആണ്. ഈ കോമ്പിനേഷൻ ഡിഫറൻറ്റ് നമ്മൾ കാണുമ്പോഴും ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവ് സെയിം ആയിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് കോമ്പിനേഷനിൽ ഈ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് 1 ആപ്പിളും അതേ സമയത്ത് 20 ബനാനാസ് ആണ്. അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ 1. ദെൻ കോമ്പിനേഷൻ ബിയിലേക്ക് വരുമ്പോഴേക്കും കൺസ്യൂമർ 1 ആപ്പിളിന് പകരം 2 ആപ്പിൾസ് പർച്ചേസ് ചെയ്യുകയും എന്നാൽ ബനാനയുടെ അളവ് 20ൽ നിന്നും 15 ആയി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അവിടെയും അയാൾക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം തന്നെ 1 ആണ്. കോമ്പിനേഷൻ സി ആവുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ആപ്പിളിന്റെ എണ്ണം 2ൽ നിന്നും 3 ആയി വർദ്ധിച്ചു. അതേസമയം തന്നെ ബനാനയുടെ അളവ് 15ൽ നിന്നും 11 ആയി റെഡ്യൂസ് ചെയ്തു. സാറ്റിസ്ഫാക്ഷൻ റിമൈൻ ദ സെയിം. ദെൻ കോമ്പിനേഷൻ ഡിയില്
ആപ്പിളിന്റെ എണ്ണം 4 ആയി വർദ്ധിച്ചു, ബനാന 8 ആയി കുറയുന്നതായി കാണാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാനാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു ഗുഡിന്റെ അളവ് കുറയുമ്പോൾ മറ്റൊന്നിൻ്റെത് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആപ്പിളിൻ്റെത് കൂടുകയും ബനാനയുടേത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ കുറവിന്റെ റേറ്റിനൊരു പ്രത്യേകത നമുക്ക് കാണാം. അതായത് ഫസ്റ്റ് കോമ്പിനേഷനിൽ നമ്മൾ കണ്ടത് 20 യൂണിറ്റ്സ് ഓഫ് അല്ലെങ്കിൽ 20 ബനാന ആണെങ്കിൽ സെക്കൻഡ് കോമ്പിനേഷൻ ആകുമ്പോഴേക്കും ആപ്പിള് 1 കൂടി വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, 5 യൂണിറ്റ്സ് അല്ലെങ്കിൽ 5 ബനാനാസ് വേണ്ടെന്ന് വെക്കുന്നതായിട്ട് ഗിവ് അപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതിലേക്ക് വരുമ്പോഴേക്കും 3 ആണ് അയാൾ റെഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ 4 പിന്നീട് വരുമ്പോഴേക്കും അത് 3 ആയി കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ആ ടേബിളിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, നോക്കാം. ഈച്ച് കോമ്പിനേഷൻ ഇൻ ദ എബവ് ടേബിൾ ഗീവ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. അതായത് ആ ടേബിളിലെ ഏത് കോമ്പിനേഷൻ എടുത്താലും അത് കൺസ്യൂമറിന് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവ് സെയിം ആണ്. In this schedule, the consumer start with 1 apple and 20 bananas. ഷെഡ്യൂളിൽ നമ്മൾ കാണുന്നത് ഈ കൺസ്യൂമർ അയാളുടെ കൺസംഷൻ ആരംഭിക്കുന്നത് 1 ആപ്പിളിൽ നിന്നും അതേപോലെ തന്നെ 20 ബനാനാസുമാണ്. The consumer gives up 5 bananas in order to get second apple. ഉണ്ടോ, ഒരു അധികം ആപ്പിൾ കിട്ടാൻ വേണ്ടി അയാൾ 5 ബനാനാസിനെ സാക്രിഫൈസ് ചെയ്തു. Then the second combination consists of 2 apples and 15 bananas. ഇവിടെ അളവ് അതായത് ആപ്പിളിന്റെ അളവ് 2 ആയി വർദ്ധിച്ചപ്പോൾ ബനാനയുടെ അളവ് 15 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. The consumer will be prepared to give less and less number of bananas for securing more and more apples. ഇവിടെ നമ്മൾ കാണുന്നത് കൺസ്യൂമർ കൂടുതൽ ആപ്പിള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബനാനയുടെ അളവ് കുറച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ സ്റ്റോക്ക് ഓഫ് ആപ്പിൾ ഇൻക്രീസസ്. ആപ്പിളിന്റെ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നതായി കാണാം, വർദ്ധിക്കുന്നതായും. ദ കൺസ്യൂമർ ഈസ് ഇൻഡിഫറന്റ് ടു വേരിയസ് കോമ്പിനേഷൻസ് ബിക്കോസ് ഈച്ച് കോമ്പിനേഷൻ ഗീവ്സ് ദ സെയിം എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ കമോഡിറ്റിയുടെ കോമ്പിനേഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ എന്തിലും മാറ്റം വരുന്നില്ല, കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവില് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ ഇൻഡിഫറൻസ് ആ കൺസെപ്റ്റിനെ നമുക്കൊരു ഡയഗ്രത്തിന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന ഹെഡിങ്ങിലേക്ക് വരുമ്പോഴേക്കും കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് ഇൻഡിഫറൻസ് കർവ്. An indifference curve is a graphical representation of indifference schedule. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഇൻഡിഫറൻസ് ഷെഡ്യൂളിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വേരിയസ് കോമ്പിനേഷൻസ് yield ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കോമ്പിനേഷൻസ് ഡിഫറെന്റ് ആണെങ്കിലും കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവ് എന്ന് പറയുന്നത് എന്താ സെയിം ആയിരിക്കുന്നതായി കാണാം. അപ്പോൾ ടേബിളിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാം ആപ്പിൾ ഈസ് മെഷേർഡ് ഓൺ ദ OX ആക്സിസ് ആൻഡ് ബനാനാസ് ഓൺ ദ Y ആക്സിസ്. വേരിയസ് കോമ്പിനേഷൻസ് ആർ പ്ലോട്ടഡ് ഓൺ ദ ഗ്രാഫ്. ദ പ്ലോട്ടഡ് പോയിന്റ്സ് ജോയിൻസ്, ദെൻ വി ഗെറ്റ് എ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇവിടെ നമ്മൾ ABCD ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണല്ലോ കാണാൻ, അല്ലെങ്കിൽ പോയിന്റ്സുകൾ കാണുന്നുണ്ടല്ലോ. ആ പോയിന്റ്സിലെല്ലാം നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, എ എന്ന പോയിന്റില് 20 ബനാനയും 1 ആപ്പിൾ, ബിയിൽ വരുമ്പോഴേക്കും 15 ബനാനാസും 2 ആപ്പിൾസ്, സി ആവുമ്പോഴേക്കും നമ്മൾ കാണുന്നത് 11 ബനാനാസും 3 ആപ്പിൾസ്, ഡിയിലാവുമ്പോഴേക്കും 8 ബനാനാസും 4 ആപ്പിൾസ്. അതായത് ഓരോ പോയിന്റുകൾ നീങ്ങുമ്പോഴേക്കും താഴേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നത് ബനാനയുടെ അളവ് കുറയുന്നതായും ആപ്പിളിന്റെ കൺസംഷൻ കൂടി വരുന്നതായും കാണാം. പക്ഷെ ഇത് ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്താലും കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവ് എന്ന് പറയുന്നത് സെയിമായി തന്നെ നിലകൊള്ളുന്നതായി കാണാം. ഓക്കെ, അടുത്തൊരു ഹെഡിങ്ങിലേക്ക് വരുന്നത് ഇൻഡിഫറൻസ് മാപ്പ്. അതായത് ഒരു എന്താ പറയാ, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവുകൾ കാണാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. A diagram showing a set of indifference curve is an indifference map. ഇവിടെ നമ്മൾ ഈ ഡയഗ്രത്തില് 3 ഇൻഡിഫറൻസ് കർവുകളാണ് വരച്ചിരിക്കുന്നത്. ഒന്ന് IC1, IC2 and IC3. In the above diagram there are 3 indifference curves, that is IC1, IC2 and IC3. Each indifference curve represents certain levels of satisfaction. അതായത് ഓരോ ഇൻഡിഫറൻസ് കർവുകളും നമുക്ക് എന്താണ് തരുന്നത്,
അതായത് IC1 തരുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല IC2 തരുന്നത്, അതുപോലെ തന്നെ IC3യും. അതായത് ഹയർ നമ്മൾ പറയില്ലേ ഹയർ ഇൻഡിഫറൻസ് കർവുകള് ഐസോകോണ്ടുകൾ പോലെ തന്നെ എന്ത് തരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിട്ട് കാണാൻ സാധിക്കും. Every points on IC3 represents a combination of bananas and apples which gives higher satisfaction than any combination represented on IC1 and IC2. അതായത് നമ്മൾ പറഞ്ഞല്ലോ 3 ഇൻഡിഫറൻസ് കർവുകളുണ്ട്, IC1, IC3, പറഞ്ഞല്ലോ. അതിനകത്ത് ഈ IC3ക്കാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരാനായിട്ട് സാധിക്കുന്നത്. Next topic, marginal rate of substitution. It is the rate at which a consumer substitute one commodity for the other. അതായത് marginal rate of substitution കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് the rate at which consumer substitute one commodity for another. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ഒരു ആപ്പിളിന്റെ ഒരു യൂണിറ്റും കൂടി അല്ലെങ്കിൽ ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5 യൂണിറ്റ്സ് അല്ലെങ്കിൽ 5 ബനാനാസിനെ ഗീവ് അപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അധിക കമോഡിറ്റിയുടെ അളവ് കിട്ടാൻ വേണ്ടി മറ്റൊരു കമോഡിറ്റിയുടെ എത്ര യൂണിറ്റ് ആണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കൺസ്യൂമർ ബൈസ് 1 ആപ്പിൾ ആൻഡ് 20 ബനാനാസ് ഇൻ ദ ഫസ്റ്റ് കോമ്പിനേഷൻ. In order to go to second combination on the same indifference curve, he substitute 5 bananas for 1 additional apple. At this stage, the marginal rate of substitution is 5:1. ഇവിടെ നമുക്ക് കാണാനാകുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 5:1 ആണ്. In the third combination ആകുമ്പോഴേക്കും the consumer sacrifice diminishes from 5 to 4, that is he sacrifices only 4 bananas for 1 additional apple. അതായത് തേർഡ് കോമ്പിനേഷൻ ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ആദ്യം സെക്കൻഡ് കോമ്പിനേഷനിൽ അയാൾ 5 ബനാനാസ് സാക്രിഫൈസ് ചെയ്തെങ്കിൽ തേർഡ് വൺ ആകുമ്പോഴേക്കും അയാൾ 4 ബനാനാസ് ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഒരു അധിക യൂണിറ്റ് ആപ്പിളിന് വേണ്ടിയിട്ട്. ഹിയർ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് 4:1. അങ്ങനെ ഒരു അധിക കമോഡിറ്റിക്ക് വേണ്ടി മറ്റൊരു കമോഡിറ്റി എത്ര കണ്ട് സാക്രിഫൈസ് ചെയ്യുന്നുവോ ആ റേഷ്യോയ്ക്കാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവ് ടെക്നിക് എന്നുള്ളത് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് ടെക്നിക് എന്നുള്ളത് ചില അസംഷൻസിന്റെ ബേസിലാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. അസംഷൻസ്. The indifference curve technique is based on the following assumptions. First one, a consumer buys 2 goods in combination. അതായത് കൺസ്യൂമർ 2 സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, കൺസ്യൂമർ ഹാസ് ഫുൾ നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ. അതായത് കൺസ്യൂമർക്ക് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കും. ഇവിടെ വ്യക്തമായ അറിവ് എന്തിനെ കുറിച്ചായിരിക്കണം, പ്രൈസിനെ കുറിച്ചായിരിക്കാം, എത്ര കണ്ട് ഡിമാൻഡ് ഉണ്ടായിരിക്കും, കൺസ്യൂമറിന്റെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടും. ദ ടെക്നിക് ഈസ് ബേസ്ഡ് ഓൺ ഓർഡിനൽ സിസ്റ്റം ഓഫ് മെഷർമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, നമുക്ക് യൂട്ടിലിറ്റീനെ നമ്പർ കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രിഫറൻസ് അനുസരിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ മെഷർ ചെയ്യാന്നല്ലേ പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ടെക്നിക് എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത് ഓർഡിനൽ സിസ്റ്റം ഓഫ് മെഷർമെന്റിനെയാണെന്ന്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന് ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the indifference curve slopes downward from left to right. ഇൻഡിഫറൻസ് കർവുകൾക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഷേപ്പ് ആണുള്ളത്. അതിന് കാരണം എന്താണെന്ന്, this is because of the operation of the principle of diminishing marginal rate of substitution. അതിനുള്ള കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചില്ലേ, ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു കമോഡിറ്റി അധിക യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് ആണ് നമ്മൾ അടുത്ത കമോഡിറ്റിയുടെ എമൗണ്ട് സാക്രിഫൈസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്, ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ റേറ്റിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നത്. ദേ ആർ കോൺവെക്സ് ടു ഒറിജിൻ. അതായത് ഇൻഡിഫറൻസ് കർവുകൾ എപ്പോഴും ഒറിജിനലിലേക്ക് അടുത്ത് വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനും കാരണം എന്ത് തന്നെയാണ്, ഓപ്പറേഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ.
തേർഡ് പോയിന്റ്, ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. അതായത് ഇൻഡിഫറൻസ് കർവുകൾ കൂട്ടിമുട്ടുന്നില്ല എന്ന്. അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെന്റ് ഇൻഡിഫറൻസ് കർവുകൾ ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് തരുന്നത്. ഹയർ ഇൻഡിഫറൻസ് കർവ്സ് ഗീവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? അതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിലോ ഒരേ പോയിന്റിൽ രണ്ട് അളവുകൾ തരേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. നമ്മുടെ പോയിന്റിലേക്ക് വരാം. Indifference curves will never intersect with each other. Different indifference curve represent different level of satisfaction. All the points in the indifference curve represent same level of satisfaction. If these intersect at a point, the two levels will be equalized, which is against the basic assumption. അതായത് നമ്മുടെ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത് രണ്ട് ഇൻഡിഫറൻസ് കർവുകളാണ് ഇവിടെ കാണുന്നത്. ഒന്ന് IC1ഉം അതേപോലെ തന്നെ IC2ഉം. എ എന്ന ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ IC2 എന്ന ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ്? ഹയർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സി എന്ന പോയിന്റിൽ IC1നെ ടച്ച് ചെയ്ത് താഴേക്ക് പോയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ രണ്ട് ലെവലില് രണ്ട് എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ തരാന്ന് പറയാം. ഏതോ ഒരു അപ്പർ ഭാഗവും താഴെയുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആ IC1 ഇൻഡിഫറൻസ് കർവില് ഇത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാനാകുന്നത് എയും അതേപോലെ തന്നെ ബിയും സെയിം പോയിന്റില് സെയിം അളവ് തരേണ്ടതായിട്ട് വരും, സെയിം സാറ്റിസ്ഫാക്ഷൻ. അതൊരിക്കലും സംഭവിക്കില്ല എന്ന്. നമ്മുടെ പോയിന്റിലേക്ക് വരാം. The figure shows that IC1 and IC2 cut each other, which will never happen. At a point A on IC2 represents a higher level of satisfaction than point B on IC1. But point C is on both curves, which means that the level of satisfaction is same. This is unscientific. Fourth one, higher indifference curve represents higher level of satisfaction than lower indifference curves. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു, ഇൻഡിഫറൻസ് കർവുകൾ ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്തോറും അതിന്റെ അളവ് നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവ് കൂടി വരുന്നതായിട്ടും ലെഫ്റ്റിലേക്ക് വരുമ്പോഴേക്കും അളവ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഹയർ ഇൻഡിഫറൻസ് കർവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെയും ലോവർ ഇൻഡിഫറൻസ് കർവ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷന് നമുക്ക് തരുന്നതായി കാണാം. ഡയഗ്രത്തിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ 3 ഇൻഡിഫറൻസ് കർവുകളാണുള്ളത്. ഒന്ന് IC1, IC2 ആൻഡ് IC3. നമ്മൾ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവായ IC1ല് P എന്ന പോയിന്റ് എടുക്കുമ്പോൾ കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ അളവ് പറഞ്ഞില്ലെങ്കിലും അയാൾ പർച്ചേസ് ചെയ്യുന്നത് ON യൂണിറ്റ് ഓഫ് കമോഡിറ്റി Yയും OM യൂണിറ്റ് ഓഫ് കമോഡിറ്റി Xുമാണ്. ഇനി IC2ലേക്ക് വരുമ്പോഴേക്കും കമോഡിറ്റി Xന്റെ അളവ് OMൽ നിന്നും OM1 വർദ്ധിക്കുന്നതും കമോഡിറ്റി Yയുടെ അളവ് ON ആയി തുടരുന്നതായും കാണാം. ഇനി നമ്മൾ വീണ്ടും IC3യിലേക്ക് നീങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം ആ ലൈൻ. അപ്പൊ വീണ്ടും എന്ത് കാണാം? OM1ൽ നിന്നും OM2യിലേക്കൊക്കെ മാറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? ഹയർ ഐസോകോൺസ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവുകൾ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്നതായി കാണാം. In the IC1 at point P, the consumer is having ON quantity of commodity Y and OM quantity of commodity X. At point Q, in the IC2, indifference curve IC2, the consumer though having the same quantity of commodity Y and the commodity X increased from OM to OM1. That is, at point Q, the consumer gets larger quantities than at point P. Then fifth point, indifference curve will not touch the axis. അതായത് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല എന്ന് X അക്ഷത്തിനെയോ Y അക്ഷത്തിനെയോ ടച്ച് ചെയ്യാറില്ല എന്ന്. എന്താണ് അതിന് കാരണം നോക്കാം. Indifference curve will not touch the axis, X-axis or Y-axis, because the consumer is considering different combinations of two commodities. നമ്മൾ പറഞ്ഞല്ലോ ഇൻഡിഫറൻസ് കർവുകൾ
എപ്പോഴും എന്തിനെ കാണിക്കുന്നു? കൺസ്യൂമർ 2 കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. ആ 2 കമ്മോഡിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവ് എന്നറിയാം, അല്ലെങ്കിൽ 2 കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു, അയാൾക്ക് അതിൽ നിന്നാണ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. അതായത് ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തതായിട്ടല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും എക്സിനെയോ അല്ലെങ്കിൽ എക്സ് അക്ഷത്തിനെയോ വൈനെയോ ടച്ച് ചെയ്യില്ല എന്ന് പറയുന്നത്. Indifference curve will not touch the x-axis or y-axis because the consumer is considering different combinations of 2 commodities. If an indifference curve touches the y-axis at a point P, as shown in the figure, it means that the consumer is satisfied with the OP units of y and commodity 0 units of x. അതായത് ഇവിടെ നമ്മൾ ആ പി എന്ന പോയിന്റ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാനാകുന്നത് കൺസ്യൂമർ OP യൂണിറ്റ്സ് ഓഫ് വൈ പർച്ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു യൂണിറ്റ് പോലും എക്സ് പർച്ചേസ് ചെയ്യുന്നതായി കാണുന്നില്ല. ദിസ് ഈസ് കോൺട്രറി ടു അസംഷൻ ദാറ്റ് ദ കൺസ്യൂമർ വാണ്ട്സ് ബോത്ത് ദ കമ്മോഡിറ്റീസ് ഓൾദോ ഇൻ എ സ്മോളർ ഓർ ലാർജർ ക്വാണ്ടിറ്റീസ്. നമ്മൾ പറഞ്ഞു വെച്ച അസംഷന് എതിരായിട്ട് മാറുന്നതായിട്ട് കാണാം. ഡയഗ്രാം നോക്കുമ്പോഴേക്കും നമുക്ക് കാണാം ഈ IC കർവ് വൈ ആക്സിസിനെ ടച്ച് ചെയ്തായിട്ട് കാണിക്കുന്നത് പി എന്ന പോയിന്റിൽ. അങ്ങനെ പി എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും ആ കൺസ്യൂമർ OP യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി വൈ മാത്രം പർച്ചേസ് ചെയ്യുകയും ഒരു യൂണിറ്റ് പോലും കമ്മോഡിറ്റി എക്സ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ, താങ്ക് യു.